ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്കും എന്താ ഉണ്ടാക്കാൻ പോണേ? ബീഫ് കറി, പിന്നെ തേങ്ങാച്ചോറില്ലേ, നമ്മളിവിടങ്ങളിലൊക്കെ വിരിഞ്ചി നാട്ടാ ഈ ചോറിന് പറയുക. അപ്പോൾ അതുമാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചോറിക്ക് ശരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറി തന്നെയാണ് കേട്ടോ. ബീഫ് വരട്ടിയത് തന്നെയാണ് അതിലേക്ക് കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ ബീഫിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീഫിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാം കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് ഉള്ളി വെച്ചൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചോറപ്പോഴേക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് മട്ട അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ മട്ട അരിയിലേക്ക് ഒരു അരമുക്കാൽ തേങ്ങ ചിരകിയതും, പിന്നെ ഒരു 5-10 ചുവന്നുള്ളി അരിഞ്ഞതും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതുപോലെ പട്ട ഇടണമായിരുന്നു. പട്ടയുടെ പൊടിയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഒരിത്തിരി പട്ടയുടെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഗ്രാമ്പു, 2 ഏലക്കായ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു കണക്കിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അല്ലാതെ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കറി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ 2 പട്ടയുടെ ഇല, അതുപോലെ വേപ്പില, പിന്നെ ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്, അതും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ അങ്ങനെ കിടക്കുന്നത്. ഒരു അബദ്ധം പറ്റിപ്പോയതാണേ. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. വെന്തിട്ടുണ്ട്, എന്നാലൊക്കെ ഒന്ന് മിക്സായി കിട്ടട്ടെ. പിന്നെ ഇനിയിപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ആക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോറ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാലാണ് കേട്ടോ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുക. ഇതിപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒട്ടി പിടിച്ച പോലെ ഇരിക്കുന്നത്. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സെറ്റായി കിട്ടിക്കോളും. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നാലും ആദ്യമായിട്ടാണെങ്കിലും ഫസ്റ്റ് തന്നെ റെഡി ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ ബൈ ബൈ.